എങ്ങാനും കുളമാവോ അതോ ബിരിയാണി കൊടുത്താലോ എന്നീ 2 ചോദ്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു പാർട്ട് 2. നമ്മുടെ ടോപ്പ് ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഒക്കെ ഇതേപോലെ ഒരു ലോങ് സ്ലീവാണ് വരുന്നത്. പിന്നെ നമുക്ക് 3 കുഞ്ഞിക്കിളികൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇത്രയും ലോങ് സ്ലീവ് എന്നിട്ട് അതിൻ്റെ ഒരു പാകിസ്ഥാനി സ്ലീവ് പോലെ എന്നിട്ട് ഒരു സ്ലിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. അപ്പോൾ ടോപ്പ് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ഷോളൊക്കെ ഡ്രേപ്പ് ചെയ്തിട്ടിരിക്കുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് കേട്ടോ അതിന് വരുന്നത് ആ ടോപ്പിന്. അപ്പോൾ സ്ലീവ് ഇതേപോലെ ലൂസ് സ്ലീവ്, അടി വന്നൊരു ബെല്ല് പോലത്തെ പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ ദുപ്പട്ടാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ ദുപ്പട്ട. ഇതിൻ്റെ ബോർഡർ ഡ്രസ്സില്ലേ കാണാൻ. അപ്പോൾ അത് നമുക്ക് വേറെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ പെയർ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ കാണിക്കും. ഇത് ആക്ച്വലി നല്ല രസമാണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ പോകാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം എന്താ ബ്രൈഡിൻ്റെ സിസ്റ്റർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇതേപോലെ ഞാൻ ഡ്രസ്സൊന്ന് മാനിക്കനിലിട്ടെന്ന് നിങ്ങളെ കാണിച്ചാണ് കേട്ടോ. ഇതേപോലെയാണ് നമ്മുടെ അപ്പിയറൻസ് വരുന്നത്. ഇതിങ്ങനെ ഹാങ്ങിങ് ടൈപ്പ് ആണ് ഈ ടോപ്പ് വരുന്നത്. പക്ഷെ നമ്മുടെ ക്ലയൻറ്റിന് ഇട്ടപ്പോഴത്തേന് ആൾക്ക് കുറച്ചും കൂടെ ഫിറ്റായിട്ട് എല്ലാവരുടെയും ബോഡി ഷേപ്പും അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറൊക്കെ ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ആൾക്ക് കുറച്ചും കൂടെ ഫിറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് തോന്നി. നമ്മൾ ഒരു ഹാങ്ങിങ് ടൈപ്പ് ആയിരുന്നു നമ്മൾ എടുത്ത റെഫറൻസ്. പക്ഷെ ആൾക്ക് ബോഡിക്ക് കുറച്ചും കൂടെ ഫിറ്റായിട്ടിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയുകൊണ്ട് നമ്മളതൊന്ന് ഫിറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അതായത് ഡ്രൈപ്പിംഗ് അങ്ങനെ തന്നെ ഒരു ഹാങ്ങിങ് മാറ്റി നമ്മുടെ ബേസ് ക്ലോത്തിലോട്ട് നമ്മളൊന്ന് ഫിറ്റാക്കി വെച്ചേക്കാണ്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ആൾക്കത് സൂപ്പറായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് ആൾ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.